പണ്ഡിതന്മാർ, മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങൾ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് 2024-25 അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. റബ്ബ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നാം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ഉപദേശവും ദർസിൻ്റെ പ്രാരംഭവും കൂടിയാണ്. ഇൻഷാ അല്ലാഹ് ഇൽമിൻ്റെ മഹത്വവും പഠിക്കേണ്ട രീതികൾ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, വിജ്ഞാനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിവരമുള്ളവരും വിവരമില്ലാത്തവരും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. പണ്ഡിതന്മാർക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് പ്രത്യേകതകളും ബഹുമതികളും പറയുന്നതായിട്ട് കാണാം. അല്ലാഹു സുബ്ഹാനഹു തആല തന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പഠിപ്പിക്കുന്നു, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കണം സമുദായത്തോട്, ഹൽ യസ്തവിൽ ലദീന, ഉള്ളവരും വിവരമില്ലാത്തവരും ഒരിക്കലും സമന്മാരല്ല എന്ന് സമുദായത്തോട് പറഞ്ഞു കൊടുക്കണമെന്ന് റബ്ബ് സുബ്ഹാനഹു തആല ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. ഇതിലൂടെ ഇൽമിന്റെ മഹത്വം സമുദായത്തെ ബോധ്യപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഹബീബായ തങ്ങളോട് കൂടുതൽ കിട്ടാൻ വേണ്ടി റബ്ബ് ഹബീബായ തങ്ങളോട് കൽപ്പിക്കുന്നത് ഇൽമിനെയാണ്. റബ്ബി സിദ്നി ഇൽമ, റബ്ബേ എനിക്ക് ഇൽമു വർദ്ധിപ്പിച്ച് തരണേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് ഹബീബായ തങ്ങളോട് കൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൽമിന്റെ മഹത്വം. ഒരിക്കൽ ഹബീബായ തങ്ങൾ ഒരു സ്വഹാബിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങൾക്ക് ഒരു വഹി ഇറങ്ങുകയാണ്. എന്താണത്? നിങ്ങളെ മുമ്പിലുള്ള സ്വഹാബി അല്പം സമയം കഴിഞ്ഞാൽ അയാൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയും. ഇത് കേട്ട തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, സ്വഹാബി, നിങ്ങൾ അല്പനേരം മാത്രമേ ഇവിടെ ജീവിക്കുകയുള്ളൂ, അത് കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞ സമയത്ത് ആ സ്വഹാബി തങ്ങളോട് ചോദിക്കുന്നു, തങ്ങളെ, ഈ സമയത്ത് അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയായിട്ടുള്ള, ഏറ്റവും ഹൃദയായിട്ടുള്ള ഇബാദത്ത് ഏതാണ് നബിയെ എന്ന് ഏതാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞത് ഇൽമുമായിട്ട് ജോലിയാകണം എന്നാണ്. മനസ്സിലാക്കണം ഇൽമിന്റെ മഹത്വം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട് പറയാനുള്ളത്, നല്ലോണം ഇൽമു പഠിക്കണം, ആഴത്തിലിറങ്ങി പഠിക്കണം, അകക്കാമ്പുകൾ മാന്തിയെടുത്ത് പഠിക്കണം. ഇമാമിങ്ങൾ ചെറിയ ഇബാറത്തിലൂടെ ഒരുപാട് ആശയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ മാന്തിയെടുത്ത് പഠിക്കണം. അതിനെന്ത് വേണം? ആലത്തുകൾ നമ്മളെ കയ്യിൽ വേണം. ആലിയായ ഉലൂമിൽ അഗാധമായ പാണ്ഡിത്യം നാം വാങ്ങണം, അത് നേടിയെടുക്കണം. എന്നാലേ കിതാബിന്റെ യഥാരൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമുള്ളൂ. ഇൽമുൽ നഹ്വ്, ഇൽമുൽ സർഫ്, ഇൽമുൽ മന്തിഖ്, ഇൽമുൽ ഹൈഅത്ത്, അതേപോലെ ഇൽമുൽ ഹന്ദസ, ഇതൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. ഈ ശർഈയായ ഇൽമു പഠിക്കാൻ എന്താണോ ഹുക്കുമുള്ളത് അതേ ഹുക്കുമ് തന്നെയാണ് ആലിയായ ഉലൂമുകൾ പഠിക്കുന്നതിലേക്കുള്ളത്. ലിഅന്ന ലിൽ വസാഇലി ഹുക്മൽ മഖാസിദി എന്നതാണ് ഖായിദ. വസീലകൾക്ക് മഖ്സൂദിന്റെ ഹുക്മ് ഉണ്ട് എന്നതാണ് ഖായിദ. നാം പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു ഖായിദ തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ലോണം ആലിയായ ഉലൂമുകൾ നല്ലോണം പഠിക്കണം. എന്നാലേ കിതാബിൽ പണ്ഡിതന്മാർ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ നമുക്ക് മാന്തിയെടുക്കാൻ കഴിയുള്ളൂ. ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ ഒരു ചെറിയൊരു ജുംല നമുക്ക് പരിശോധിച്ചെടുക്കാം. അൽഹംദുലില്ലാഹ്. ഈ ഒരു ഇസ്മിയായ ജുംലയാണല്ലോ അൽഹംദുലില്ലാഹ്. എന്തായിരിക്കും നാം അതിന് അർത്ഥം കൊടുക്കുക? സർവസ്തുതിയും അള്ളാഹുവിനിക്കാണ് എന്നാണ് നമ്മൾ അർത്ഥം വെക്കുന്നത്. പക്ഷേ ആ അർത്ഥം പരിപൂർണമായിട്ടില്ല. തഫ്സീലായ ഒരർത്ഥമല്ല. അതിൻ്റെ തഫ്സീലായിട്ടുള്ള അർത്ഥം മുഴുവൻ ആളുകളുടെ ഹംദ്, മുഴുവൻ ആളുകളുടെ മുഴുവൻ ഹംദും, ഈ ലോകത്തിൽ പെട്ടതും പെടാത്തതുമായ എല്ലാവരുടെയും എല്ലാ ഹംദും, ഒരാളുടെയും ഒരു ഹംദും ബാക്കിയാവാതെ എല്ലാവരുടെയും എല്ലാ ഹംദും എല്ലാ സമയത്തും അള്ളാഹുവിനിക്ക് മാത്രമുള്ളതാണ് എന്നാണ് അതിന്റെ അർത്ഥം. എങ്ങനെ കിട്ടിയ ആ അർത്ഥം? 4 ഖായിദകളെ കൊണ്ടാണ് ആ അർത്ഥം കിട്ടിയത്. ഏതാണ് ഖായിദ?
ഹദ്ഫുൽ ഫാഇലി യുഫീദുൽ ഉമൂമ ഇദാ ലം തഖ്തരിൻ ഖരീനത്തുൽ ഖുസൂസ്. ഫാഇലിനെ കളയുക എന്നുള്ളത്, കർത്താവിനെ കളയുക എന്നുള്ളത് അത് ഉമൂമിനെ ഫായിദൊപ്പിക്കും. ഏതുപോലെ ഹദ്ഫുൽ മഫ്ഊലി യുഫീദുൽ ഉമൂമ എന്ന് പറയുന്നത് പോലെ ഫാഇലിനെ കളയുക എന്നുള്ളത് ഉമൂമിനെ ഫായിദൊപ്പിക്കും. എപ്പോഴാണിത്? ഇദാ ലം തഖ്തരിൻ ഖരീനത്തുൽ ഖുസൂസ്, ഖാസായ ഒരു ഫാഇലിനെ അറിയിക്കുന്ന ഒരു സാഹചര്യ തെളിവില്ലെങ്കിൽ അപ്പോൾ പിന്നെ ഉമൂമിനെയാണ് ഫായിദൊപ്പിക്കുക. അപ്പൊ അൽഹംദു എന്നതിന്റെ അർത്ഥം മുഴുവൻ ആളുകളുടെ ഹംദ്. ഇനി രണ്ടാമത്തെ, മുഴുവൻ ഹംദും, ഒരാളുടെ ഒരു ഹംദും ബാക്കിയാവാതെ എല്ലാ ഹംദും. അതെങ്ങനെ കിട്ടിയ അർത്ഥം? അൽഹംദുലില്ലാ എന്ന പദത്തിലെ ആ അല്ലേ ഒന്നുകിൽ ജിൻസിന്റെ അലിഫ്ലാമാക്കി വെക്കാം, അല്ലെങ്കിൽ ഇസ്തിഗ്റാഖിന്റെ അലിഫ്ലാമാക്കി വെക്കാം. ഇസ്തിഗ്റാഖിന്റെ അലിഫ്ലാമാക്കുകയാണെങ്കിലും ജിൻസിന്റെ അലിഫ്ലാമാക്കുകയാണെങ്കിലും ആ അല്ലിന്റെ മദ്ഹൂലിന്റെ മുഴുവൻ അഫ്രാദുകളെ ഉൾക്കൊള്ളിക്കും. ജിൻസിന്റെ അലിഫ്ലാമാക്കുകയാണെങ്കിൽ ഇൽത്തിസാമൻ ആണ് ഉമൂമിനെ ഫായിദൊപ്പിക്കുന്നത്. ഇസ്തിഗ്റാഖിന്റെ അലിഫ്ലാമാക്കുകയാണെങ്കിൽ മുതാബഖൻ ഉമൂമിനെ ഫായിദൊപ്പിക്കുന്നതാണ്. ഇൽത്തിസാമിയായ ദലാലത്തും മുതാബഖിയായ ദലാലത്തും നമ്മൾ മന്തിഖിന്റെ കിതാബിൽ പഠിക്കാനുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് മന്തിഖ് നല്ലോണം പഠിക്കണം. അപ്പം മുഴുവൻ ആളുകളുടെ മുഴുവൻ ഹംദും മുഴു സമയവും അല്ലാഹുവിനിക്കാണ്. അതെങ്ങനെ കിട്ടി ആ അർത്ഥം? അൽഹംദു എന്നുള്ള ആ ജുംല ഇസ്മിയായ ജുംലയാണ്. ഇസ്മിയായ ജുംല ദവാമു സബാത്തിനെയാണ് ഫായിദൊപ്പിക്കുന്നത്. ഫിഅലിയായ ജുംല തജദ്ദുദ് ഹുദൂസിനെ ഫായിദൊപ്പിക്കുന്നത് പോലെ ഇസ്മിയായ ജുംല ദവാമു സബാത്തിനെയാണ് ഫായിദൊപ്പിക്കുന്നത്. അപ്പൊ എന്തർത്ഥം കിട്ടി? മുഴുവൻ ആളുകളുടെയും മുഴുവൻ ഹംദും മുഴു സമയവും അല്ലാഹുവിനിക്ക് മാത്രമുള്ളതാണ്. അല്ലാഹുവിനിക്ക് മാത്രം എന്നുള്ളത് എവിടുന്ന് കിട്ടി? അവിടെ മാത്രം എന്നറിയിക്കുന്ന ഒരു പദവും നമുക്ക് കാണാനില്ല. പിന്നെ എവിടുന്ന് കിട്ടി ആ അർത്ഥം? അതൊരു ഖായിദയിലൂടെ കിട്ടിയതാണ്. ഏതാണ് ആ ഖായിദ? ജഅലുൽ മുഅറഫി ബിഅലിൽ ജിൻസിയ്യത്തി മുബ്തദഅൻ യുഫീദു ഇൻഹിസാറൽ മുബ്തദഇ ഫിൽ ഖബരി. ജിൻസിയായ അലിഫ്ലാം കൊണ്ട് മഅരിഫയാക്കപ്പെട്ടതിനെ മുബ്തദായിട്ട് കൊണ്ടുവരിക എന്നുള്ളത് മുബ്തദ ഖബറിൽ മുൻഹസിറാണ് എന്നുള്ളതിനെ ഫായിദൊപ്പിക്കും. അങ്ങനെ ഫായിദൊപ്പിക്കുമ്പോൾ എന്താണ് അർത്ഥം കിട്ടുക? സർവസ്തുതിയും മുഴുവൻ ആളുകളുടെയും മുഴു ഹംദും മുഴു സമയം അല്ലാഹുവിനിക്ക് മാത്രം എന്നുള്ള അർത്ഥം കിട്ടി. വെറും ഒരു അൽഹംദുലില്ലാ എന്നുള്ള ചെറിയ പദത്തിൽ എത്ര ആശയങ്ങളാണ് അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്. അത് നമുക്ക് കിട്ടണമെങ്കിൽ പഠിക്കേണ്ട രൂപത്തിൽ പഠിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ കിട്ടുകയില്ല പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ. മാത്രമല്ല ഇതൊക്കെ മുതാബഖൻ എന്ന നിലക്ക് കിട്ടിയതാണ്. ഇനി ഇൽത്തിസാമൻ വേറൊരു ഉമൂമിനെ ഫായിദൊപ്പിക്കുന്നുണ്ട്. ഏതാണ് ആ ഉമൂമ്? ഉമൂമുൽ അശ്ഖാസി യസ്തൽസിമു ഉമൂമൽ അഹ്വാലി വൽ അസ്മിനതി വൽ ബിഖാ. ഈ ഖായിദയുടെ അടിസ്ഥാനത്തിൽ എന്താണ് അതിന്റെ അർത്ഥം? ഏതൊരാളുടെയും ഏത് അവസ്ഥയിലുള്ള ഏത് സമയത്തുള്ള ഏത് സ്ഥലത്തിൽ പറയുന്ന ഹംദ് അത് അല്ലാഹുവിനിക്ക് മാത്രമാണ്. ഇങ്ങനെ ഒരു ചെറിയ ജുംലയിൽ ഒരുപാട് ആശയങ്ങൾ. ഇതുപോലെയാണ് നമ്മുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ. ഇമാമീങ്ങൾ അവരുടെ ഗ്രന്ഥത്തിൽ ഈ ആധുനിക ലോകത്തിൽ ഉണ്ടാകുന്ന മുഴു പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഫിഖ്ഹിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവർ അന്ന് ഈ ലോകത്തിൽ നടക്കുന്നത്, ഈ ആധുനിക ലോകത്തിൽ നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമ്മുടെ ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിലുണ്ട്. പക്ഷേ അലിമഹൂമൻ ആലിമ ജഹിലഹൂമൻ ജഹില. വേറൊന്നും വേണ്ട, നമ്മുടെ ഫത്ഹുൽ മുഈന് തന്നെ എടുക്കാം. അതിലില്ലാത്ത മസ്അലകളില്ല, എല്ലാ മസ്അലകളും അതിലുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖുതുബി ഉസ്താദ് എവിടെ സഞ്ചരിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ ഫത്ഹുൽ മുഈൻ ഉണ്ടാവും. ആര് എന്ത് മസ്അലകൾ ചോദിച്ചാലും ഫത്ഹുൽ മുഈൻ എടുത്ത് അതിന് മറുപടി കൊടുക്കും. പക്ഷേ ആ ഇബാറത്ത് നാം അർത്ഥം വെച്ചാൽ ആ ഒരു ചോദ്യത്തിന് മറുപടി നമ്മളെ കൊണ്ട് കണ്ടെത്താൻ സാധ്യമില്ല. കാരണം നാം വെക്കേണ്ട രൂപത്തിലല്ല നാം വെക്കുന്നത്. അതുകൊണ്ട് നല്ല നിലക്ക് ഈ നമ്മുടെ ഫത്ഹുൽ മുഈൻ പോലത്തെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാൻ ആലിയായ ഉലൂമുകൾ നല്ല നിലക്ക് പഠിക്കണം. ഏറ്റവും കടുപ്പുള്ള ഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫത്ഹുൽ മുഈനാണ്. ബഹുമാനപ്പെട്ട കീഴൻ ഉസ്താദ് പറയുന്നതായിട്ട് കാണാം, 13 വർഷം ഫത്ഹുൽ മുഈൻ ദർസ് നടത്തിയിട്ടും അവർ പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ദർസ് നടത്താൻ കൂടുതൽ പേടിയുള്ള ഗ്രന്ഥം അത് ഫത്ഹുൽ മുഈൻ എന്നാണ്. കാരണം അത്രയും അതിൽ ഒരുപാട് മസ്അലകൾ അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ചില ഇബാറത്തുകൾ അതിൽ ഹലായി കിട്ടാൻ ഖയാലി ഓതേണ്ടി വരും.
അതുമാത്രം പോരാ, ഖയാലിയുടെ ഹാഷിയായ സിയാലിക്കൂത്തി അബ്ദുൽ ഹക്കീം സിയാലിക്കൂത്തി അത് നോക്കേണ്ടി വരും. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം സിയാലിക്കൂത്തി ഈ കിതാബിന്റെ ഇബാറത്തുകളെ ഹല്ല് ചെയ്യുന്നതിൽ വലിയ അഗ്രഗണ്യനാണ്. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് നമ്മുടെ സബക്കിൽ പറഞ്ഞതായിട്ട് ഓർക്കുകയാണ്, ഖയാലിയുടെ ഇബാറത്തിന്റെ ബക്കാറത്ത് പൊട്ടിക്കാൻ അത് ബഹുമാനപ്പെട്ട സിയാലിക്കൂത്തി കൊണ്ടേ കഴിയൂ എന്ന് പലപ്പോഴായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതായിട്ട് ഓർക്കുകയാണ്. അപ്പൊ ചില ഇബാറത്തുകൾ ഹല്ലാകാൻ ഖുതുബി ഓതേണ്ടി വരും. മാത്രമല്ല ചില ഇബാറത്തുകളല്ല ഹല്ലായി കിട്ടാൻ മീർ ഓതേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രയാസമുള്ള ഗ്രന്ഥമാണ് ഫതുഹുൽ മുഈൻ. അത് നമുക്ക് തിരിയാൻ ആഴത്തിൽ ഇറങ്ങി പഠിക്കണം. റബ്ബ് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, പഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തണം. അത് വലിയ വിഷയമാണ്. വെറും പഠിച്ചത് കൊണ്ട് അയാളെ കുറിച്ച് ആലിമെന്ന് പറയാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തന്റെ ഇഹ്യായിൽ പറയുന്നു, ലൈസൽ ആലിമു മൻ ജമഅൽ ഉലൂം. ഇൽമുകൾ സ്റ്റോർ വെച്ചത് കൊണ്ട് മാത്രം അവനെ കുറിച്ച് ആലിമെന്ന് പറയാൻ കഴിയില്ല. അൽ ആലിമു മൻ അലിമ വ അമില ബിഹി. ആലിമ് എന്ന് പറഞ്ഞാൽ ആരാണ്? പഠിക്കുകയും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവരാരോ അവരാണ് ആലിം. ഇല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, തൂഫയെ സംബന്ധിച്ചല്ലേ ആലിം എന്ന് പറയേണ്ടത്? തൂഫയിൽ എത്ര മസായിലുകളാണുള്ളത്, പക്ഷെ അതിനെക്കുറിച്ച് ആരും ആലിം എന്ന് പറയില്ല. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഗസാലി ഇമാമിന്റെ വസീത്ത് എന്നുള്ള ഗ്രന്ഥം വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് വസീത്ത്. ബഹുമാനപ്പെട്ട നവവി ഇമാം 400 വട്ടം മുതാല ചെയ്ത ഗ്രന്ഥമാണ് വസീത്ത്. ആ വസീത്തിനൊരു ശറഹുണ്ട്, അൽ മത്ലബുൽ ആലി ബിശറഹി വസീത്തുൽ ഗസാലി. 200 വാള്യമാണ് ആ മത്ലബുൽ ആലി ഉള്ളത്. എങ്ങനെയാണ് 200 വാള്യമായത്? നമ്മുടെ ഫിഖ്ഹ് 4 റുബാണല്ലോ: ഇബാദാത്ത്, മുആമലാത്ത്, മുനാകഹാത്ത്, ജിനായാത്ത്. ഇബാദത്തുകളെ കുറിച്ച് പരാമർശിക്കാൻ മാത്രം 50 ജുസ്. അതേപോലെ മുആമലാത്ത് സംബന്ധമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ 50 ജുസ്. അതേപോലെ മുനാകഹാത്ത്, അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ 50 ജുസ്. ജിനായാത്തിനെ സംബന്ധിച്ച് പരാമർശിക്കാൻ 50 ജുസ്. ഇങ്ങനെ 200 വാള്യങ്ങളുള്ള ഈ മത്ലബുൽ ആലി, ഇതിനെ സംബന്ധിച്ചല്ലേ പിന്നെയും ആലിം എന്ന് പറയേണ്ടത്? അതുകൊണ്ട് ആലിം എന്ന് പറയണമെങ്കിൽ